ഗൈസ് നമ്മളെ ലൈഫിൽ ക്യാഷ് ഫ്ലോ നല്ല രീതിയിലായി തുടങ്ങുമ്പോഴേക്കാരും എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടുക. അതേപോലെ ഒരു പണി കിട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അല്ലേ, എനിക്ക് ഷിഫ്റ്റിലൊരു ദിവസമായിരുന്നു. അപ്പോൾ വണ്ടി നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല. അപ്പോൾ ഞാനിതിൻ്റെ ബാറ്ററി പ്രാവശ്യം ചേഞ്ച് ചെയ്തതാണ്. അൾട്ടർനേറ്റർ ഓൾറെഡി ഇതിന് മുമ്പ് ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. അങ്ങനെ എന്താ ഇതിൻ്റെ ഒരു പ്രശ്നം എന്നറിയില്ലല്ലോ. അങ്ങനെ ഞാൻ എന്താക്കി, വണ്ടി അവിടുന്ന് നമ്മളെ ഫ്രണ്ടിനെയും കൊണ്ട് വണ്ടി തള്ളിപ്പിച്ചിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഒരു മലയാളി വർക്ക്ഷോപ്പ് കൊണ്ടുവന്നു. തൊട്ടിപ്പുറത്ത് തന്നെ ബിർക്കിനട് എന്നുള്ള സ്ഥലത്ത് നമ്മൾ തൊട്ടിപ്പുറത്തൊരു മലയാളി വർക്ക്ഷോപ്പ് കൊണ്ടുവന്നു. അപ്പോൾ അവർ പറഞ്ഞ് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വണ്ടി വിട്ടിട്ട് ഇന്നലെ വൈകുന്നേരം കിട്ടും എന്നുള്ള രീതി നിൽക്കുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈസി നമുക്ക് ഷിഫ്റ്റിൽ വന്ന് കയറല്ലോ. പക്ഷേ ഇന്നലെ വൈകുന്നേരം വണ്ടി കിട്ടില്ല. കമ്പ്യൂട്ടർ ചെക്ക് മാത്രം നടന്ന് എവിടെയോ വയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്. വയറിങ്ങിന് കംപ്ലയിൻ്റ് ആയ വണ്ടി നമ്മളെന്താക്കണം, ഇവിടെ കൊണ്ടുപോയിടണം. അപ്പം അതിനുള്ള ടെക്നീഷ്യൻ ഇവിടെ ഇല്ല. അതിനും വേണ്ടി രാവിലെ നേരത്തെ കാലത്ത് എണീച്ചിട്ട് ഇപ്പോൾ പോകുന്നതാണ്. എന്തിന്, വണ്ടി എടുക്കാൻ. ഓൾറെഡി വണ്ടിൻ്റെ കീ ഇവിടെ പോലെ കടൻ്റെ ഉള്ളിൽ പെട്ടുപോയി. ഷോപ്പ് ഉണ്ടോ, ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം 1-1.25 മണിക്കൂറായി. ഗാരേജ് ഇപ്പോഴും ഓപ്പൺ ആയില്ല. അത് തുറന്നിട്ട് വേണം, അവിടുന്ന് കീ എടുത്തിട്ട് വേണം എനിക്ക് എന്താക്കണം, ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് വേറെ വർക്ക്ഷോപ്പ് കൊണ്ടുപോകാൻ. അപ്പം കഷ്ടപ്പാടിൻ്റെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ വണ്ടീൻ്റെ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിവർപൂൾ പോയത് ഒരു വ്ളോഗ്. സെയിം സ്പോട്ടിൽ നിന്ന് നമ്മൾ വണ്ടീൻ്റെ പ്രശ്നം സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇനി ലിവർപൂൾ വണ്ടി കൊണ്ടുപോകണം. അപ്പോൾ എന്തായി, ഇന്നത്തെ ഷിഫ്റ്റ് പോയി. അപ്പം ഡെലിവറി ജോബ് നല്ല സിമ്പിൾ പണിയാണ്, നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് ഫ്ലോ നിന്ന്. സോ ഗൈസ്, നമ്മളിവിടെ ലിവർപൂൾ എത്തി. നമ്മൾ വണ്ടി ഇതാ ചെക്കിങ്ങിന് വെച്ചിന്. ജസീമിനെ പിക്ക് ചെയ്യാൻ വന്നത്. ജസീമിൻ്റെ വണ്ടിയാണ് വൈറ്റ് കിയ. അതിൻ്റെ ടയർ ഇവിടുന്ന് മാറുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആൾട്ടർനേറ്റർ. കാരണം നമ്മൾ പുതിയ ബാറ്ററി മാറിയെന്ന് പറഞ്ഞാൽ ഈ ആൾട്ടർനേറ്ററിന് ബാറ്ററിക്ക് പോകുന്ന കറണ്ടിന് ഒരു എർത്ത് വയർ എന്തുണ്ടെന്ന് പറഞ്ഞു. എർത്ത് അത് അതിൻ്റെ എന്തോ കംപ്ലയിൻറ്റ് വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പുതിയത് വെക്കുക, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിനു വേണ്ടി ജസീം വന്നിട്ട് നോക്കിയത് ടയറും മാറാണ്ട്. അങ്ങനെ ടയറും മാറി നമ്മൾ ഇവിടുന്ന് ഓൻ്റെ വണ്ടി എടുത്തിട്ട് പോവാം. ഏതെങ്കിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണത്. ഇവിടുത്തെ നമ്മളെ മറ്റേ റൂമുള്ളത്, നമ്മളെന്നും പോകണം നമ്മളെ ജസീമിൻ്റെ റൂമുള്ളത്. അപ്പോൾ അവിടെ പോകണം. എൻ്റെ ഇടയിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ, സൂര്യൻ പോയിട്ടോ. ഇനി സൂര്യനെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം എന്തായാലും എടുക്കും. ഇനിയിപ്പോൾ ഡേ ടൈം നല്ലോണം കുറഞ്ഞു വരും. ഇതേപോലെ ഉണ്ടാവും കളർ. ഇനി ഫുള്ള് ഇരുണ്ടിങ്ങനെ നിൽക്കും. നമ്മളെ മഴ മൂടിക്കണ ഒരു ക്ലൈമറ്റ് ഇല്ലേ, കണ്ടോ സൂര്യനെ എവിടെയോ കാണാനുണ്ടോ? സൂര്യൻ ഇല്ല അവിടെ, സൂര്യൻ പോയി ഗൈസ്. ജസീമിൻ്റെ വണ്ടിൻ്റെ ടയറും മാറി. നമ്മളെ വണ്ടി അവിടെ ഇട്ടെടുത്തിട്ട് പോവാണ്. വണ്ടി ശരിയായിട്ട് കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്. അപ്പോൾ അവിടെ നല്ല ദോശ കിട്ടും. ശ്രീലങ്കൻ ദോശ കഴിക്കാൻ പോകുന്നത് ഗൈസ്. മസാല ദോശ ഈ സെറ്റപ്പൊക്കെ ഉള്ളൂ. പക്ഷേ ദോശ എനിക്ക് ചീപ്പാണ്. ഒരു പൗണ്ട് അല്ല 1.5 പൗണ്ടുള്ളൂ ദോശക്ക്. പിന്നെ കടികൾക്കൊക്കെ 1 പൗണ്ട് വെച്ചിട്ടുള്ളൂ. നമുക്ക് മസാല ദോശക്ക് എത്രയെന്ന് വെച്ചാൽ കഴിക്കാം. എന്നാലും നമ്മളെ എത്ര കഴിച്ചാലും ചെറിയ ബജറ്റിനുള്ളൂ ഉണ്ട്. പക്ഷെ നമ്മളൊരു ചായയൊക്കെ എടുത്ത് ഷോപ്പിംഗ് ഇറങ്ങിയാണ്ട് ജസീമിൻ്റെ ഒപ്പം. അപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് എഡ്ജ് ഹിൽ റീറ്റെയിൽ പാർക്ക്, ജെയ്ഡിൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ജെയ്ഡിൻ്റെയും നൈക്കിൻ്റെയും ഒക്കെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്ക് നൈക്കിലൊക്കെ ഒന്ന് കയറി നോക്കാം. ഇവിടെ ഔട്ട്ലെറ്റ് സാർ. ഇതിന് ഹൈ ആംഗിൾ ഉണ്ടെങ്കിൽ അടിപൊളിയാവും അല്ലേ? ലോൺ സാധനം കണ്ട് ചമ്പിയല്ലോ. ഇതാണ് റിഗാട്ട ഔട്ട്ഡോഴ്സ് എന്ന ഷോറൂം. ഡിക്കാത്രം പോലത്തെ നൈസ് വൺ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഷോറൂംസിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. നമുക്ക് ടൈം സ്പെൻഡ് ആക്കണമല്ലോ എങ്ങനെയെങ്കിലും. അങ്ങനെ നമ്മൾ ഓരോ ഷോറൂമിലൊക്കെ കയറി ഇറങ്ങി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി വണ്ടി എടുക്കാണ്ട് വണ്ടി കിട്ടണം. വണ്ടീൻ്റെ ആൾ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങിലാണ്. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ക്ലൗഡ്മാൻ സൈനിങ് ഓഫ്. ബൈ.